ഏറെ നാൾ നീണ്ടുനിന്ന ആശങ്കകൾക്കൊടുവിൽ ബിഷപ്പുമാരെയും വൈദികരെയും മോചിപ്പിച്ച് സ്വേച്ഛാധിപത്യ സർക്കാർ. നിക്കരാഗോയിലാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡാനിയൽ ഓർട്ടേഗ രംഗത്ത് വന്നിരിക്കുന്നത്. 24 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മതകൽപ്പ ബിഷപ്പ് റൊളാണ്ടോ അൽവാരസ് ഉൾപ്പെടെ 15ഓളം വൈദികരെയും സെമിനാരിക്കാരെയുമാണ് മോചിപ്പിച്ചിരിക്കുന്നത്. വത്തിക്കാനുമായി ഉണ്ടാക്കിയ ധാരണയെ തുടർന്നാണ് ഇവരുടെ മോചനം സാധ്യമായതെന്നും ഇവരെ വത്തിക്കാനിലേക്ക് അയച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒർട്ടേഗയുടെ പീഡനത്തെ തുടർന്ന് നാടുകടത്തപ്പെട്ട മനാഗ്വയിലെ സഹായമെത്രാൻ സിൽവിയോ ജോസ് ബെയ്സാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വത്തിക്കാൻ്റെ ഇടപെടലിന് നാളിതുവരെ വിശ്വാസി സമൂഹം നൽകിയ പ്രാർത്ഥനാ സഹായത്തിന് നന്ദി പറഞ്ഞ ബിഷപ്പ് സിൽവിയോ തുടർന്നുള്ള വത്തിക്കാൻ്റെ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും അറിയിച്ചു. 2023 ഒക്ടോബറിൽ തടവിലാക്കപ്പെട്ട 12 വൈദികരെ നേരത്തെ റോമിലേക്ക് അയച്ചിരുന്നു. നേരത്തെ നാടുകടത്തപ്പെട്ട 200ഓളം പേരോടൊപ്പം പോകാൻ വിസമ്മതിച്ച ബിഷപ്പ് റൊളാണ്ടോ അൽവാരസ് കഴിഞ്ഞ 18 മാസമായി തടങ്കലിലായിരുന്നു. ഏതായാലും ഇവരുടെ മോചനത്തോടെ നിക്കരാഗൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വലിയൊരു ആശങ്കയാണ് ഇല്ലാതായിരിക്കുന്നത്. നേരത്തെ അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും തടവിലാക്കപ്പെട്ടവരെ വിട്ടയക്കാൻ ഒർട്ടേഗ ഭരണകൂടം തയ്യാറായിരുന്നില്ല.